കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒടുവിൽ 45 നാഴികയും രോഹിണിയും മകയിരത്തരയും ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്ന രാശിയാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ മുതൽ നമുക്ക് തുടങ്ങാം. പഠിത്തത്തിൽ കൂടുതൽ ഉത്സാഹിക്കേണ്ടി വരും. പഠിച്ച വിഷയങ്ങൾ ചോദ്യപേപ്പറിൽ ഉണ്ടാവണമെന്നില്ല. പഠിച്ചു പോകുന്ന കാര്യങ്ങൾ ചോദ്യത്തിലുണ്ടാവണമെന്നില്ല. പരീക്ഷാ പഠന വേളകളിൽ കുടുംബപരമായ ദുരിതങ്ങളോ മറ്റ് മനക്ലേശങ്ങളോ ആരോഗ്യപരമായ ക്ലേശങ്ങളോ കൊണ്ട് പഠനത്തെ പിന്നാക്കം കൊണ്ടുപോകാനുള്ള സാധ്യതയോ ഡൈവേർട്ട് ചെയ്ത് പോകുവാനുള്ള സാധ്യതകളോ കാണുന്നുണ്ട്. മനസ്സിന് ആഘാതം വരുന്ന സംഭവ വികാസങ്ങൾ വിദ്യാർത്ഥികളെ ജാതി മത വർഗ വർണ്ണ പ്രായവ്യത്യാസമില്ലാതെ വിദ്യ അഭ്യസിക്കുന്ന എല്ലാവർക്കും കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു വർഷമാണ് 2024 ഏപ്രിൽ മാസം 14 മുതൽ 25 ഏപ്രിൽ മാസം 14 വരെയുള്ള കാലഘട്ടം. ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു താൽക്കാലിക നിയമനങ്ങൾ ഏതെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥിരമാവാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. കാരണം കഴിവും അർഹതയും യോഗ്യതയും പരിശ്രമവും തെളിയിച്ച് കാണിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അന്നന്ന് കഴിഞ്ഞു കൂടാ എന്നുള്ളതല്ലാതെ പ്രാഗൽഭ്യം കാണിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നതിനാൽ കൂടുതൽ അധികാരികളും ഡിപ്പാർട്ട്മെൻറ്റുകളും ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലും മറ്റും കൂടുതൽ അധ്വാനിച്ച് പരിശ്രമം കഴിവ് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാലവും തരുന്ന വേതനത്തിനെ സന്തോഷമായി സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ട കാലഘട്ടവുമാണ്. വലിയ താമസമില്ലാതെ തന്നെ നല്ലൊരു മേൽഗതിയിലേക്ക് വരുന്ന ഒരു വിഷു വരുന്നുണ്ട്. എങ്കിലും ഈ വർഷത്തെ ഫലത്തിൽ ക്ഷമയും സഹനശക്തിയും കൂടിയും ഇരിക്കണം. ഗവൺമെൻറ് ജോലിക്കാർക്കും അധികാരികളുടെ അത്ര പ്രീതി ഉണ്ടായി എന്ന് വരുന്നതല്ല. കലാരാഷ്ട്രീയം, സീരിയൽ, ക്യാമറ മുതലായതായിട്ട് ബന്ധപ്പെടുന്ന ചാനലുകൾ ആയിട്ട് ബന്ധപ്പെടുന്നവർക്കും അല്പം കാത്തിരിക്കേണ്ടി വരും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുവാനായി. അവർക്കൊക്കെ കുറച്ച് ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഒരു നല്ല വിഷുക്കാലം വരുന്നുണ്ട്. പക്ഷേ ഈ വർഷം അതിനുവേണ്ട പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത്. കലാരാഷ്ട്രീയ രംഗത്തിരിക്കുന്നവർക്കും ക്ഷമയോടുകൂടി കാത്തിരിക്കണം. അവിവാഹിതർക്ക് വിവാഹ കാലതാമസം വരും. വിവാഹം കഴിഞ്ഞവർക്ക് സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതം ഇപ്പോൾ പ്രതീക്ഷിക്കരുത്. രണ്ട് കുടുംബക്കാരും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കമിതാക്കളുടെയും അല്ലെങ്കിൽ ടുഗദർ ലിവിങ് ഇരുവരുടെയും കുടുംബക്കാർ തങ്ങളിലുള്ള വാശി വൈരാഗ്യ ബുദ്ധികളും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധനം, സ്വർണം, സന്താനം ഇങ്ങനെയുള്ളതിൻ്റെ അപാകതകളെ ചൊല്ലി അല്ലെങ്കിൽ ഇവയെ ചൊല്ലിയുള്ള വിവാദങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാലും അത് കോടതി കച്ചേരി വഴി കയറി ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളും വളരെയുണ്ട്. ആയതിനാൽ ക്ഷമയും സഹനശക്തിയും കുടുംബജീവിതക്കാർക്കുണ്ടാവണം. ജോലി കിട്ടുന്നതുകൊണ്ട് സംതൃപ്തമാകണം. ജോലിയിലുള്ളവർ സമാധാനകാംക്ഷകരായിട്ട് 12 മാസം വെയിറ്റ് ചെയ്യണം. ഇവർക്ക് സന്താനം സംബന്ധിച്ച് ഈ കുടുംബസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആവലാതിയും വേവലാതിയും പഠിത്തത്തിലോ കല്യാണ കാര്യങ്ങളിലോ മറ്റേതെങ്കിലും ഇതര വിഷയങ്ങളിൽ കൊടുമ്പിരിക്കൊള്ളുന്നൊരു കാലചക്രമാണ്. അവരുമായി രമ്യതയിൽ പോയി ആ വിഷയങ്ങളെ പഠിച്ചെടുക്കേണ്ട ഒരു ചുമതല ഈ വിഷുവൽ പുണ്യകാലത്തിൽ ഈ ഒരു വർഷത്തിലുണ്ടാവും. ചുരുക്കത്തിൽ ഈ രാശിക്കാർക്ക് പൊതുവെ ഭഗവതി ക്ഷേത്രത്തിൽ ചെമ്പരത്തിമാല, കടുംപായസം, നടഗുരുതി മുതലായവയും ഗണപതിക്ക് നാളികേരം ഉടച്ച് കറുകമാല ചാർത്തുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ ദോഷകാഠിന്യം അകറ്റുന്നതാണ്. ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളായിരുന്നാലും ഉദ്യോഗാർത്ഥികളായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും ബിസിനസ്സുകാരായിരുന്നാലും സാമൂഹിക രാഷ്ട്രീയ കായിക രംഗങ്ങളിൽ നിൽക്കുന്നവരാരും ഇതര ഫീൽഡുകളിൽ നിൽക്കുന്നവരാണെങ്കിലും മൂലം പൂരാടം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ കലണ്ടറിലോ ഡയറിയിലോ മാർക്ക് ചെയ്താൽ ആ ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അനിഷ്ട ഫലങ്ങളിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ മോചനമുണ്ടാവുകയും ഏറ്റെടുത്ത നടപടികൾ വിജയപ്രദത്തിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. പൊതുവെ ഈ ദിവസങ്ങളിൽ കൊടുക്കൽ വാങ്ങലുകൾ, അതായത് മൂലം നക്ഷത്രവും പൂരാട നക്ഷത്രവും വരുന്ന ദിവസങ്ങളിൽ കൊടുക്കൽ വാങ്ങൽ, സ്വർണം, പണം, എഗ്രിമെൻറ്റ്, വിദേശത്തേക്കൊക്കെ പോകാനുള്ള തുകകൾ, കടുത്ത തീരുമാനങ്ങൾ, വാഗ്വാദം, ബഡായി ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു ഈശ്വര ദൈവിക അല്ലെങ്കിൽ ദേവി ഗണപതി പ്രാർത്ഥനകൾ ഇരിക്കുക. ദേവി ഗണപതി അല്ലെങ്കിൽ ഹൈന്ദവ ദേവാലയ മൂർത്തികളെ ആരാധിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ
അവരവരുടെ വിധിപ്രകാരമുള്ള പ്രാർത്ഥനകളും നൊയമ്പുകളും കാരുണ്യപ്രവർത്തനങ്ങളായ വസ്ത്രദാനം, അന്നദാനം മുതലായവയൊക്കെ ചെയ്ത് ദോഷകാഠിന്യങ്ങൾ മാറ്റാവുന്നതാണ്.